എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലുള്ള വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നെക്സ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, അതായത് നിലവിൽ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ജനുവരി 16 വൈകുന്നേരം 5 മണി വരെ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾ നിലവിൽ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊന്നും പരിഗണിക്കുന്നതല്ല. ഈ ഒരു അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകേണ്ടതായിട്ടുണ്ട്. എത്ര വേക്കൻസീസാണ് ഒഴിവുള്ളത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പ്രസ് റിലീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസ് റിലീസ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് നാളെ, അതായത് ജനുവരി 14 മുതൽ ജനുവരി 16 വൈകുന്നേരം 5 മണി വരെ ഓപ്ഷനുകൾ LBS വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് വേക്കൻസി നോക്കിയിട്ട് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ വേക്കൻസി ഇല്ലാത്ത ഓപ്ഷനുകൾ കൂടി വേണമെങ്കിൽ നൽകാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ആണ് എങ്കിൽ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ NOC കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതായത് നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളാണ് ഈ രീതിയിൽ NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. NOC എന്ന് പറയുന്നത് നോൺ ഒബ്ജക്ഷൻ കമ്പോസിഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങൾക്കൊരു കോളേജിൽ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ട് മറ്റൊരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിനോ അതുപോലെ അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ നൽകിയ ഡോക്യുമെൻറ്റ്സും ഫീസും തിരിച്ചു നൽകുന്നതിനോ കോളേജിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല എന്ന് കോളേജ് നൽകുന്ന ഉറപ്പാണ് NOC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് NOC സർട്ടിഫിക്കറ്റ് കോളേജ് നൽകുകയാണ് എങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ NOC അപ്ലോഡ് ചെയ്ത് പങ്കെടുക്കാം. ചില കോളേജുകൾ NOC വെബ്സൈറ്റ് വഴി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ NOC കോളേജ് ഓൺലൈനായിട്ട് LBS വഴി ഇഷ്യൂ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികൾ നേരിട്ട് തന്നെ, അതായത് PDF രൂപത്തിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ 2024-25 അധ്യയന വർഷത്തെ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷനും അലോട്ട്മെൻറ്റും നടത്താനായിട്ട് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട, റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള LBSൻ്റെ ഡിപ്ലോമ റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ അതായത് നേരത്തെ ഈ ഒരു LBSൻ്റെ ഡിപ്ലോമയ്ക്ക് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആ ഒരു റാങ്ക് ലിസ്റ്റിനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു പുതുതായിട്ട് കോളേജ് കോഴ്സുകൾ ഓപ്ഷൻസ് ആയിട്ട് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ജനുവരി 16 വൈകുന്നേരം 5 മണി വരെയല്ല, ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുക. നേരത്തെ 5 മണി വരെ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുക. അപ്പോൾ മുൻപ് സമർപ്പിച്ച ഓപ്ഷനുകൾ പരിഗണിക്കുന്നതല്ല. അതുപോലെ തന്നെ മുൻ അലോട്ട്മെൻറ്റുകൾ വഴി പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതിയ NOC സർട്ടിഫിക്കറ്റ്, അതായത് നിരാക്ഷേപ പത്രം ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓപ്ഷനുകൾ പരിഗണിച്ചുകൊണ്ടുള്ള അലോട്ട്മെൻറ്റ് റിസൾട്ട് വെബ്സൈറ്റിൽ 2025 ജനുവരി 17 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ കോളേജുകൾ ഒഴിവുള്ള സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അതുപോലെ ഇതിൽ പല വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേക്കൻസി ഇല്ലാത്ത കോളേജുകൾ കൂടി നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് മാത്രം ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജുകൾ മുൻഗണനാക്രമത്തിൽ നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.